നീ റിസ്ക്കിനെ കുറിച്ച് നീ വിഷമിക്കേണ്ടതില്ല. അത് അള്ളാഹുവിൻ്റെ കൈകളിലാണുള്ളത്. ഭാവിയെക്കുറിച്ച് നീ വിഷമിക്കേണ്ടതില്ല. ഒരേ ഒരു കാര്യത്തിൽ മാത്രമേ നിനക്ക് ടെൻഷൻ വേണ്ടതുള്ളൂ. അതേതാണ്? നീ ഒരിക്കലും ദുനിയാവിനെക്കുറിച്ചുള്ള വേവലാതി നിനക്കുണ്ടാവരുത്. കാര്യം എന്താണ്? അത് അള്ളാഹുവിനുള്ളതാണ്. അള്ളാഹുവിൻ്റെ അടുക്കലാണ് അതുള്ളത്. രണ്ടാമത് അവിടെ എഴുതി വച്ചിട്ടുള്ള ഒരു കാര്യം, നീ റിസ്ക്കിനെ കുറിച്ച് വേവലാതിപ്പെടരുത്. കാര്യം അത് അള്ളാഹുവിങ്കിൽ നിന്നാണ് റിസ്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ മൂന്നാമത് അവിടെ എഴുതി വച്ചിട്ടുള്ള ഒരു കാര്യം, നീ ഭാവിയെക്കുറിച്ച് ആകുലപ്പെടരുത്. അതും അള്ളാഹുവിൻ്റെ അണ്ടറിലാണുള്ളത്. എന്നിട്ട് നാലാമത്തെ ഒരു കാര്യം രേഖപ്പെടുത്തിയത്, ഒരൊറ്റ ടെൻഷൻ മാത്രമേ നിനക്കുണ്ടാകാവൂ. അതെന്താണ്? എൻ്റെ റബ്ബിനെ എങ്ങനെ ഞാൻ തൃപ്തിപ്പെടുത്തും, എൻ്റെ റബ്ബിനെ എങ്ങനെ തൃപ്തിപ്പെടുത്തും എന്നതിൽ മാത്രമേ നിനക്ക് ടെൻഷൻ വേണ്ടൂ. ആ ടെൻഷൻ നിനക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ നിന്നെ തൃപ്തിപ്പെടുകയും നിന്നെ സന്തോഷപ്പെടുത്തുകയും നിന്നെ മതിവരുത്തുകയും ചെയ്യുന്നവനാണ് അള്ളാഹു എന്നുള്ള മനോഹരമായ ഒരു ചിന്താശകലമാണ് ഇന്ന് ഷെയർ ചെയ്യാനുള്ളത്. പറഞ്ഞ കാര്യം ഒന്നുകൂടി ശ്രോതാക്കളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. ദുനിയാവിൽ നിനക്ക് വേവലാതി വേണ്ട. ഒന്നാമത്തെ കാര്യം, ഒന്നിനെക്കുറിച്ചും നീ ടെൻഷൻ അടിക്കണ്ട. കാര്യം അതെന്താണ്? അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, നീ എന്ത് ചെയ്യണ്ട? റിസ്ക്കിനെ കുറിച്ച് നീ വേവലാതിപ്പെടണ്ട. അതും ബിയദില്ല, അതും അള്ളാഹു ഏറ്റെടുത്ത കാര്യമാണ്. ഒന്ന് ദുനിയാവ് അതിനെക്കുറിച്ച് നീ ബേജാറാവരുത്, അതെ, വേവലാതിപ്പെടരുത്, ആശങ്കപ്പെടേണ്ടതില്ല. അള്ളാഹുവിൽ നിന്നുള്ളതാണ്. രണ്ട്, റിസ്ക്കിനെ സംബന്ധിച്ച് അതിൻ്റെ വിശാലത ആഗ്രഹിക്കാത്ത ആരുമില്ല. കാരണം നമ്മളെ ചുറ്റിപ്പറ്റി നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്ന നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും അവർക്ക് റിസ്ക്ക് ആവശ്യമായ ഭക്ഷണങ്ങളും മറ്റും നൽകുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ്. അപ്പോൾ അത് ആശങ്ക പെടുന്ന ഒരു ഘട്ടത്തിൽ വളരെ ഗൗരവകരമായൊരു ചിന്തയാണ് അവിടെ കൊടുക്കുന്നത്. ബിയദില്ല. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഭാവിയെക്കുറിച്ച് നീ ആകുലപ്പെടണ്ട. അതും നിന്നെ ഏൽപ്പിച്ചിട്ടില്ല, അതും അള്ളാഹുവിൻ്റെ കൈകളാലാണ് നടക്കുന്നത്. നാളെ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ആകുലതകളും ചിന്തകളും വേണം. ഒരു ബസീറത്ത് ഒരു വിശ്വാസിക്ക് വേണം. ഒരു ദീർഘ വീക്ഷണത്തോടു കൂടിയുള്ള പ്രവർത്തന പ്ലാനിങ്ങുകൾ ഒരു വിശ്വാസിക്ക് വേണം. പക്ഷെ എന്നിരുന്നാലും നാളെ അത് അങ്ങനെയാവോ ഇങ്ങനെയാവോ എന്നുള്ള ആശങ്കയോട് ഉള്ള ഒരു പ്രയാസത്തോടു കൂടിയുള്ള ഒരു ഇടപെടലുകൾ വേണ്ടതില്ല. കാരണം അത് അള്ളാഹുവാണ് തീരുമാനിക്കുന്നത് എന്നുള്ളതാണ്. ഒരേ ഒരു ടെൻഷനേ നിനക്ക് പാടുള്ളൂ. അതായത് ഗുളിക കഴിക്കേണ്ടതില്ലാത്ത, മരുന്ന് വേണ്ടതില്ലാത്ത ഒരേ ഒരു ടെൻഷൻ. ആ ടെൻഷൻ എന്താണ്? എൻ്റെ റബ്ബിനെ ഞാൻ എങ്ങനെ തൃപ്തിപ്പെടുത്തും? അപ്പം അതിൻ്റെ റിസൾട്ട് എന്താണ്? അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹു നിന്നെ സന്തോഷിപ്പിക്കും. അതേപോലെ തന്നെ നിനക്ക് തികഞ്ഞത്, നിനക്ക് മതിവരുത്തും. ദുനിയാവും ആഖിറവും നിനക്ക് മതിവരുത്തും. അതേപോലെ തന്നെ ഏറ്റവും വലിയ സമ്പന്നനായി ഐശ്വര്യവാനായി നീ മാറുമെന്നുള്ളതാണ് 4 കാര്യം. അപ്പോൾ ശ്രോതാക്കളുമായി പങ്കുവെക്കാനുള്ള കാര്യം, പ്രിയപ്പെട്ടവരെ, ഇന്ന് ടെൻഷൻ്റെ ലോകത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ചെറിയ കുഞ്ഞു മുതൽ വാർദ്ധക്യത്തിലെത്തിയ ആളുകൾ വരെ അങ്ങേയറ്റം ടെൻഷനുകളാണ്. എല്ലാ രംഗത്തും നമ്മളത് കേൾക്കുന്ന ഒരു ചിരപരിചിതമായിട്ടുള്ള, സുപരിചിതമായിട്ടുള്ള ഒരു വാചകമാണ് ടെൻഷനാണ്, വേവലാതിയാണ്, ആവലാതിയാണ് എന്നുള്ളൊരു കാര്യം. എന്നാൽ ഇവിടെ പങ്കുവെച്ച ഈ ഒരു ചിന്തയിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം, ദുനിയാവിനെക്കുറിച്ച് ഒരിക്കലും നീ വേവലാതിപ്പെടണ്ട. റിസ്ക്കിനെ കുറിച്ചും നീ വേവലാതിപ്പെടണ്ട. നാളെ എന്ത് നടക്കും എന്നുള്ളതിനെ കുറിച്ചും നീ വേവലാതിപ്പെടണ്ട. അതെ, നിനക്ക് നിന്റെ മനസ്സിലുണ്ടാകേണ്ട ഒരു ടെൻഷനും എന്നുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ റബ്ബിനെ ഞാൻ എങ്ങനെ തൃപ്തിപ്പെടുത്തും, എൻ്റെ ആരാധനകളിലൂടെ, എൻ്റെ കർമ്മങ്ങളിലൂടെ. ഇവിടെ എനിക്ക് മനോഹരമായ ഒരു അറബി കവിതയാണ് ഓർമ്മ വരുന്നത്. വലൈതക തഹലു വൽ ഹയാതു മരിറത്തുൻ വലൈതക തർദാ വൽ അനാമു ഗദാബു ഇദാ സഹ മിൻകൽ വദ്ദു ഫൽകുല്ലു ഹയ്യിനുൻ വകുല്ലു അല്ലദീ ഫൗഖ തുറാബി തുറാബു. വളരെ മനോഹരമായ വാചകങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കവിത. ഫലൈതക തഹലു വൽ ഹയാത്തും, അള്ളാഹുവിനെ സംബോധന ചെയ്ത് പറയാണ്. ഫലൈതക തഹലു വൽ ഹയാത്തു മരിറത്തുൻ, അള്ളാഹുവെ നീ മധുരമുള്ളവനായാൽ, അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം.
ഫലൈതക തഹ്ലു വൽ ഹയാത്തു മരിറത്തുൻ. ലോകം മുഴുവൻ എനിക്ക് കൈപ്പുള്ളതാകട്ടെ, നീ മധുരമുള്ളവനായാൽ മതി. വലൈതക തർലാ വൽ അനാമു ഗുലാബു. ലോകം മുഴുവൻ എന്നോട് കോപിക്കട്ടെ, നീ എന്നെ തൃപ്തിപ്പെട്ടാൽ മതി. ഇദാ സ്വഹ മിൻകൽ വുദ്ദു ഫൽ കുല്ലു ഹയ്യിനുൻ. പടച്ചോനെ, നിന്നിൽ നിന്നുള്ള സ്നേഹവും തൃപ്തിയും എന്നിൽ ശരിയായിട്ടുണ്ട് എങ്കിൽ, സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ, ഫൽ കുല്ലു ഹയ്യിനുൻ, ബാക്കിയൊക്കെ എനിക്ക് നിസ്സാരമാണ്. കുല്ലുല്ലദീ ഫൗഖ തുറാബി തുറാബ്. അപ്പോൾ ആ ഒരു വാക്കാണ്, നല്ല മനോഹരമായ വാക്ക്. അങ്ങനെയാണെങ്കിൽ പടച്ചോനെ, നീ എന്നെ തൃപ്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിന്റെ ഇഷ്ടം എന്നിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ബാക്കി ദുനിയാവിലും മണ്ണിൻ്റെ മുകളിലുള്ളതൊക്കെ എനിക്ക് മണ്ണാണ്. മണ്ണിൻ്റെ വില ഞാൻ കൊടുക്കുന്നുള്ളൂ. ആരെന്നോട് കോപിച്ചാലും ദേഷ്യപ്പെട്ടാലും വെറുത്താലും അതൃപ്തി രേഖപ്പെടുത്തിയാലും നിന്റെ തൃപ്തിയും ഇഷ്ടവുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന ഒരു മനോഹരമായ അറബി കവിതയുടെ വാചകമാണ് ഈ സന്ദർഭത്തിൽ കൂട്ടിച്ചേർക്കാനും. അതോടൊപ്പം നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം, പ്രിയപ്പെട്ടവരെ, നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് എന്തുണ്ട് കാര്യം? നമ്മൾ എപ്പോഴെങ്കിലും അത് ആലോചിച്ചിട്ടുണ്ടോ? നമുക്ക് രോഗം വരാതിരിക്കുമോ? അതേപോലെ തന്നെ നമുക്കുണ്ടാകേണ്ടുന്ന പ്രയാസങ്ങൾ സംഭവിക്കാതിരിക്കുമോ? അതേപോലെ തന്നെ ജീവിതത്തിൽ നമ്മൾ നേരിടേണ്ടുന്ന പ്രതിസന്ധികൾ അത് മാറിക്കിട്ടുമോ? നമ്മൾ വെറുതെ വേവലാതിയടിച്ച് ഒരു അസുഖമായി അത് കൊണ്ടു നടന്നാൽ എന്തുണ്ട് ഇവിടെ നമുക്ക് നേടാനുള്ളത്? നേരെ മറിച്ച് ഈ ഒരു മാനസികാവസ്ഥയിൽ, ഇപ്പം നേരത്തെ സലഫി പറഞ്ഞതിനെ ഒന്നുകൂടി വിശദമാക്കുകയാണ്, നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം നമ്മൾ ചെയ്തിരിക്കണം. നാളെ ഖിയാമത്ത് നാളാണ് എന്ന് പറഞ്ഞിട്ട് ഇന്ന് നമ്മുടെ കയ്യിൽ ഒരു ചെടി കിട്ടിയാൽ പോലും അത് നടുന്നവനാണ് വിശ്വാസി എന്നുള്ളതാണ് ഇസ്ലാം നമുക്ക് നൽകുന്ന മനോഹരമായിട്ടുള്ള പാഠം. നാളെക്കുറിച്ച് ശുഭാപ്തി വിശ്വാസം, സംഭവിച്ചതും നല്ലതിന് അല്ലേ? ഇനി എന്താണ് സംഭവിക്കുന്നതൊക്കെ ഹൈറാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഹൈറേ സംഭവിക്കൂ. അത് നമ്മളുടെ ഒരു വിലയിരുത്തലാണ്. എനിക്ക് പനി വന്നു, വല്ലാതെ മോശമായി, പക്ഷേ അത് മുഖാന്തരം അള്ളാഹു വേറൊരു ദുരിതത്തിൽ നിന്ന് നമുക്കൊരു ആശ്വാസമാണ് അള്ളാഹുവിൻ്റെ മശീഅത്തിലൂടെ ഉള്ളത് എന്നുള്ളത് നമ്മളിൽ എത്ര പേർക്കറിയാം? അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, 4 കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു ചിന്തയായിട്ട്, ഇന്നത്തെ ഒരു തോട്ട് ഓഫ് ദ ഡേ എന്ന് നമുക്ക് പറയാവുന്ന തരത്തിൽ നിങ്ങളോടുമായി ഷെയർ ചെയ്യാനുള്ളത്. ഒന്നാമത്തെ കാര്യം, ദുനിയാവിനെക്കുറിച്ച് നീ ആകുലപ്പെടേണ്ടതില്ല. അതിൻ്റെ പൂർണ്ണ അധികാരി ആരാണ്? അള്ളാഹുവാണ്. രണ്ടാമത്തെ കാര്യം, നിൻ്റെ ജോലി, നിൻ്റെ ശമ്പളം, നിൻ്റെ വരുമാനം, അതിനെക്കുറിച്ച് നീ റിസ്ക്കിനെക്കുറിച്ച് നീ വിഷമിക്കേണ്ടതില്ല. അത് അള്ളാഹുവിൻ്റെ കൈകളിലാണുള്ളത്. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ 4 മാസമാകുമ്പോൾ അള്ളാഹു ഒരു മലക്കിനെ വിട്ട് രേഖപ്പെടുത്തുന്നതാണ് എന്ത്? അവൻ്റെ റിസ്ക് എന്നുള്ളത്. മൂന്നാമത്തെ കാര്യം, ഭാവിയെക്കുറിച്ച് നീ വിഷമിക്കേണ്ടതില്ല. ഭാവിയും ആരുടെ കൈകളിലാണ്? അള്ളാഹുവിൻ്റെ കൈകളിലാണുള്ളത്. ഒരേ ഒരു കാര്യത്തിൽ മാത്രമേ നിനക്ക് ടെൻഷൻ വേണ്ടതുള്ളൂ. അതേതാണ്? എൻ്റെ റബ്ബിനെ ഞാൻ എങ്ങനെ തൃപ്തിപ്പെടും, എന്നെ എൻ്റെ റബ്ബ് തൃപ്തിപ്പെടുമോ എന്നതിൽ മാത്രമേ നിനക്ക് ടെൻഷൻ വേണ്ടതുള്ളൂ. അങ്ങനത്തെ ഒരു ടെൻഷൻ നിനക്കുണ്ടായിക്കഴിഞ്ഞാൽ അതൊരു മരുന്നില്ലാത്ത, അതല്ലെങ്കിൽ ഒരു ചികിത്സ വേണ്ടതില്ലാത്ത ഒരു സുഖകരമായൊരു ടെൻഷനാണത്. അത് നിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ റബ്ബ് നിന്നെ സന്തോഷിപ്പിക്കും, നിന്നെ തൃപ്തിപ്പെടും, ലോകത്തും അവൻ നിനക്ക് കാവൽ നൽകും എന്നുള്ള ഒരു സന്തോഷകരമായ ഒരു കാര്യമാണ് സൂചിപ്പിക്കാനുള്ളത്.